ഹൗസ്ഫുൾ 5 ഒരു അഡൾട്ട് സെക്സ് കോമഡി, അതിന്റെ കൂട്ടത്തിൽ ഒരു ഹൂഡണിറ്റ് ത്രില്ലർ എന്നൊന്നും പറയാൻ പറ്റില്ല, യാതൊരു ത്രില്ലും ഈ പടം നൽകുന്നില്ല. പക്ഷെ ഇതിനകത്തൊരു കില്ലർ ഉണ്ട്. ആ കില്ലർ ആരാണ് കില്ലർ എന്നുള്ള ഒരു അന്വേഷണമാണ് ക്ലൈമാക്സിൽ റിവീൽ ആവുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉള്ളതുകൊണ്ട് അവരൊക്കെ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെ രണ്ട് രീതിയിൽ ക്ലൈമാക്സ് എന്നുള്ള രീതിയാണ്. അതായത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ചൂസ് ചെയ്യാം. ഹൗസ്ഫുൾ 5A എന്നുള്ള പേരിലും ഹൗസ്ഫുൾ 5B എന്നുള്ള പേരിലും രണ്ട് പാർട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ബുക്ക് മീഷോ എടുക്കുമ്പോൾ ഹൗസ്ഫുൾ 5A ആണോ കാണേണ്ടത്, ബി ആണോ കാണേണ്ടത് എന്നുള്ള ചോദ്യം വരും. അപ്പൊ ഞാൻ കണ്ടത് ഹൗസ്ഫുൾ 5A ആണ്. അപ്പൊ അതിനകത്ത് വരുന്ന കില്ലർ ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് കില്ലേഴ്സ് ഉണ്ട് അതിനകത്ത്. അപ്പൊ മെയിൻ ആയിട്ടുള്ള ഒരു കില്ലർ വരുന്നുണ്ട്. അതിന്റെ ഈ കില്ലറിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഈ 5Aയിലും 5Bയിലും. പക്ഷെ ഇതിന്റെ റീസൺ എന്ന് പറയുന്നതും വ്യത്യസ്തമാണ്. ആള് മാറുമ്പോൾ റീസൺ മാറുമല്ലോ. എന്നിരുന്നാൽ പോലും ഈ സിനിമ ഒരു ബ്രെയിൻ റോട്ട് കോമഡിയാണ്. ഇത് എന്തൊക്കെയാണ് ഈ സിനിമ, ഹൗസ്ഫുൾ സീരീസ് എന്താണ് നൽകുന്നത് നമുക്ക് വ്യക്തമായി അറിയാം. ഹൗസ്ഫുൾ 4 കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഇതൊരു ഗ്രാൻഡ് മസ്തി പോലെയൊക്കെ ഒരു അഡൾട്ട് കോമഡി വളരെ ഡേർട്ടി ജോക്സ് ഒക്കെ ഉള്ള വൾഗർ കോമഡി ആ രീതിയിലേക്ക് വരുന്ന മോഡാണ്. അപ്പോൾ വി ഓൾ നോ വാട്ട് ഹൗസ്ഫുൾ 5 വിൽ ഓഫർ. അപ്പൊ ഇതൊരു സെക്സ് കോമഡി ആണ് എന്ന് പറയുമ്പോൾ ഈ സെക്സ് കോമഡി എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു മെജോറിറ്റി. എല്ലാം എത്രയൊക്കെ ഇല്ല എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിലും സെക്സ് കോമഡി എൻജോയ് ചെയ്യുന്ന ആളുകളാണ് മെജോറിറ്റി ആളുകൾ. അപ്പൊ അവര് ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്ന ഒരു സിനിമയാണ് ഹൗസ്ഫുൾ 5 എന്ന് പറയുന്നത്. ഹൗസ്ഫുൾ 5ന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു 5 ബ്യൂട്ടിഫുൾ വെരി വെരി അട്രാക്റ്റീവ് ലേഡീസ്. ഇതിൽ ജാക്ലിൻ ഫെർണാണ്ടസ് ഉണ്ട്, പിന്നെ നെർഗീസ് ഫക്രി ഉണ്ട്, പിന്നെ സോനം ബാജ്വ. പഞ്ചാബി സിനിമകളൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാം, അവിടുത്തെ നമ്പർ 1 സ്റ്റാർ എന്നുമാണ് സോനം ബാജ്വ. അതുപോലെ ചിത്രാംഗത സിംഗ് ഉണ്ട്, പിന്നെ സൗന്ദര്യ ശർമ്മയുണ്ട്. അപ്പൊ ഈ 5 വെരി ബ്യൂട്ടിഫുൾ ആൻഡ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഗേൾസ് ഉണ്ട്. അവരെ ഏതൊക്കെ ആംഗിളിൽ ഏതൊക്കെ രീതിയിലൊക്കെ സെക്സ് കോമഡിയിൽ പ്ലേസ് ചെയ്യാം എന്നുള്ളതാണ് ഈ സിനിമയുടെ മെയിൻ അജണ്ട. അപ്പോൾ ഈ സെക്സ് കോമഡി മാത്രമല്ല, ആക്ച്വലി ഇവരുടെ ജോണർ എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഇന്റർവൽ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം യു നോ വാട്ട് ഐ മീൻ, അതുപോലെയാണ് ഈ സിനിമ. നമ്മളൊരു സ്മൈലി ഇല്ലേ ഫേസ്ബുക്കിൽ, മറ്റേ വായിന്നൊക്കെ വെള്ളം ഒഴുകുന്ന പോലുള്ള, അതുപോലെ ആയിരിക്കും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ 10 മിനിറ്റിലും ഈ 5 ലേഡീസ് ഉണ്ട്. ഈ 5 ലേഡീസിന്റെ ക്യാമറ ആംഗിൾസ് എന്നൊക്കെ പറയുന്നത് സീരിയസ്ലി വൾഗർ എന്ന് തന്നെയൊക്കെ പറയാം. പക്ഷെ വൾഗർ ആണെങ്കിലും ഈ സിനിമ അങ്ങനത്തെ സിനിമയാണ്. അങ്ങനെയുള്ള ഇതുപോലുള്ള 5 ലേഡീസിനെ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 5 ലേഡീസിനെ ഏതൊക്കെ ആംഗിളിൽ ഏതൊക്കെ രീതിയിൽ കാണിക്കാം ആ രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല ഡയലോഗ്സ് കൊണ്ടാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഒരുപാട് കോമഡീസ് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഇതിൽ സ്ലാപ്സ്റ്റിക് മാത്രമല്ല, ഈ സെക്സ് കോമഡീസിൽ ഡേർട്ടി ജോക്സ് വരുമ്പോൾ അത് എൻജോയ് ചെയ്യുന്ന ആളുകളാണ് കൂടുതലും. അത് തിയേറ്റർ തന്നെ നമുക്ക് പറയുന്നത്, തിയേറ്റർ തന്നെ അതിന്റെ തെളിവാണ്. പിന്നെ ഇതൊരു ഫെസ്റ്റിവൽ റിലീസ്, ഒരു ബക്രീദ് റിലീസ് ആയതുകൊണ്ട് തന്നെ ഒരു മെജോറിറ്റി ഓഡിയൻസ് എനിക്ക് തോന്നുന്നില്ല ഇത് ഫാമിലിയൊക്കെ ആയിട്ട്, അതായത് ഭാര്യ, അമ്മ, കുട്ടികൾ അവരൊക്കെ ആയിട്ട് പോകുന്ന ഒരു സിനിമ അല്ല ഒരു ഫെസ്റ്റിവൽ റിലീസ്. പക്ഷെ ഇവർ റിലീസ് ചെയ്തിരിക്കുന്ന ഈ സമയത്താണ്. അപ്പൊ ഒരു മെജോറിറ്റി ഓഡിയൻസ് സെക്സ് കോമഡീസ് എൻജോയ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ മാത്രം ലക്ഷ്യം വെച്ചുള്ള സിനിമയാണ്. ഇത് എങ്ങനെയായിരിക്കുള്ള സിനിമയാണെന്നുള്ള അതിന്റെ ട്രെയിലർ, ടീസർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും നമ്മൾ ആ പടം കണ്ടിട്ട് സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, സ്ത്രീകളെ അങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. കാരണം ഇത് എങ്ങനത്തെ പടമാണെന്ന് നമുക്ക് നേരത്തെ അറിയാം. അപ്പോൾ ആസ് എ ഫിലിം വ്യൂവർ എന്നുള്ള രീതിയിൽ ഞാൻ ഈ സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതൊരു ബ്രെയിൻ റോട്ട് കോമഡിയാണ്, അറിയാലോ. അപ്പൊ ഈ ബ്രെയിൻ റോട്ട് കോമഡീസ് എന്ന് പറയുമ്പോൾ യാതൊരുവിധ ലോജിക്കും ഒരു സംഗതിയും അതിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ അതിൽ കാണിക്കുന്ന കുറെ കോമഡീസ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്കറിയാം. നമുക്ക് നമ്മളുടെ ഒരു ഗിൽറ്റി പ്ലഷർ എന്നൊക്കെ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷെ ഗിൽറ്റിയുടെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം ഈ സിനിമയുടെ പോസ്റ്റർ കാണുമ്പോൾ ഇത്രയും നല്ല ലേഡീസ് ഉണ്ട്, അതിനകത്ത് സെക്സ് കോമഡിയാണ് വരുന്നത്. പിന്നെ ഇവരെ ഓരോ 5-10 മിനിറ്റ് കൂടുമ്പോഴും പാട്ട് വരുന്നുണ്ട്. പാട്ട് വരുമ്പോൾ ഇതൊക്കെ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ ഇത് കാണാൻ കാണാൻ താല്പര്യമുള്ളവർക്ക് അതിന് പറ്റിയ ഗംഭീര ട്രീറ്റ് ആണ് ഈ പടം. ഇങ്ങനെയുള്ള ഒരു സിനിമയാണിത്. അപ്പൊ ഇതിൽ കൂടുതൽ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന എന്താണ്, കുറച്ച് സെക്സ് കോമഡി വേണം, അതിൽ ചിരിക്കാൻ വരണം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ നായികമാരുണ്ട്, അവരെ കുറച്ച് ഗ്ലാമർ ഷോ കാണണം. പിന്നെ എന്താ പറയുക, ഇവർ പറ്റാവുന്ന എല്ലാ ആംഗിളിലും അതൊക്കെ പ്രേക്ഷകർക്ക് ഒരു സിംഗിൾ ടിക്കറ്റിൽ 5 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നായികമാര് പ്ലസ് അവരുടെ ഗ്ലാമർ പ്ലസ് കുറെ സെക്സ് കോമഡീസ് പിന്നെ ഹിലേറിയസ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ കൂടി കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ അതൊരു 150 റുപ്പീസ് ടിക്കറ്റിന് അത് വർത്താവുന്ന അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഡബിൾ ട്രിപ്പിൾ ഏത് രീതിയിലും മുതലാവുന്ന ഒരു പടമാണ് ഹൗസ്ഫുൾ 5. പേഴ്സണലി ഞാൻ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആ ഒരു ബാഗേജ് ഒക്കെ വെച്ചിട്ടൊന്നും ഈ സിനിമ കാണേണ്ട ആവശ്യമില്ല. നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പൊ ഒരു ഫാമിലി സിനിമ ഇറങ്ങുന്നു, അപ്പൊ അതിനകത്ത് ഇതുപോലെ ഡബിൾ മീനിങ് അനാവശ്യമായിട്ട് കുറച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാം. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് സെക്സ് കോമഡി എന്നുള്ള പേരിൽ തന്നെ ഇറങ്ങുന്ന ഈ ഹൗസ്ഫുൾ സീരീസ് ഓൾമോസ്റ്റ് 4 തൊട്ട് വളരെ വൾഗറായിട്ടുള്ള കുറെ കോമഡീസ് വരുന്നുണ്ട്. ഈ വൾഗറായിട്ടുള്ള കോമഡീസ് എൻജോയ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഫുൾ പാക്കേജ് ആണ് പടം. പിന്നെ ഇതിന്റെ കില്ലർ അതിലൊന്നും കാര്യമൊന്നുമില്ല. ഈ ബോളിവുഡിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ട് അതിനകത്ത് അക്ഷയ് കുമാറും റിതേഷുമാണ്
സ്ഥിരമായിട്ട് ഈ സീരീസിലുള്ളത്. ബാക്കി ഇപ്പോൾ ജാക്ലിൻ എനിക്കൊന്ന് സ്ത്രീയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, നെർഗീസ് ആണെങ്കിലും. അപ്പോൾ രസമാണ്. പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ക്യാമിയോ ആയിട്ട് ബാക്കി സീരീസിലുള്ളവരെല്ലാവരും വരുന്നുണ്ട്. ചുമ്മാ വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. അപ്പൊ ഇതില് സ്ലാപ്സ്റ്റിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലാപ്സ്റ്റിക്ക് മാത്രമല്ല, ചില പ്രത്യേക കുറെ നമ്പറുകളൊക്കെ നല്ല രീതിയിൽ ചിരിപ്പിക്കുന്നുണ്ട്. ബി ഫ്രാങ്ക്, ഇതൊരു എന്റർടൈൻമെന്റ് ആണ്, ഇതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വെറുതെ അത് അങ്ങനെയാണ് ഇതെങ്ങനെയാണ് അവരാധം ലെവൽ അങ്ങനെയൊന്നും പറയണ്ട. എനിക്ക് അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 5Aയും 5Bയും തമ്മിൽ ഒരു 20-30 മിനിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഒരു 5 മിനിറ്റിലോ. അതായത് കില്ലറിന്റെ കൂടെയുള്ള കൂട്ടാളി വേറെയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു റീസൺ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പണം കാണണമെന്നില്ല. പക്ഷേ ഈ പടം 5A ആണെങ്കിലും 5B ആണെങ്കിലും ആൾക്കാർ വീണ്ടും വീണ്ടും കാണുമെന്ന് ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന് അറിയാം. കാരണം അത് കില്ലറിനെ കാണാനോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്തുള്ള 5 ഹൗസ്ഫുൾ 5ലുള്ള 5 ബ്യൂട്ടിഫുൾ ലേഡീസിനെ കണ്ട് മതിയാവില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആൾക്കാർ ടിക്കറ്റ് എടുക്കുന്നവർക്ക് അറിയാം. അതൊക്കെ കൊണ്ടായിരിക്കും ഈ മാർക്കറ്റിംഗ് ലെവലിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരു ഗിൽറ്റി പ്ലഷർ ആയിട്ട് കാണുന്നവർക്കാണെങ്കിൽ അങ്ങനെ കാണാം. അതല്ലാതെ ഗിൽറ്റി ഒന്നും ഇല്ലാതെ ഇല്ല ഇതാ ഈ പടം ഓഫർ ചെയ്യുന്ന ഇതാണ് അങ്ങനെയുള്ളതൊക്കെ അങ്ങനെ കാണാം. സോ പേഴ്സണലി ഞാൻ ഈ സിനിമയുടെ സൈഡിലാണ്. കാരണം ഇത് ഇങ്ങനെയുള്ള പടമാണ്, ഇത് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നമ്മൾ വലിയ ലോജിക്കോ വലിയ കാര്യങ്ങളോ വെച്ചിട്ട് നമ്മുടെ എത്തിക്സ് മൊറാലിറ്റി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എ ഫിലിം. നമ്മൾ കാശ് മേടിച്ച് ഈ രീതിയിൽ അഭിനയിക്കാൻ തയ്യാറായിട്ടുള്ള ലേഡീസാണ് അവിടെ ഉള്ളത്. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമൊന്നും ഈ പടം കാണുന്നവർക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ ഫോർ മീ ഹൗസ്ഫുൾ 5 എന്ന് പറയുന്നത് ആ 2 മണിക്കൂറോളം ഞാൻ എൻജോയ് ചെയ്താണ്. പേഴ്സണലി ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ്. അത് എല്ലാ രീതിയിലും, അതിലുള്ള സ്ലാപ്സ്റ്റിക് കോമഡി ആണെങ്കിലും അതിലുള്ള സെക്സ് കോമഡി ആണെങ്കിലും അതിലുള്ള ഗ്ലാമർ പോർഷൻസ് ആണെങ്കിലും എല്ലാം ഞാൻ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു പക്ക ടൈം പാസ് പൈസ വസൂൽ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്.